ഭരതനെ ആക്കണമെന്ന് മാത്രം. രാമനെ മാറ്റി ഭരതനെ യുവരാജാവാക്കണം. ഇത് കേട്ടതോടുകൂടി തന്നെ ദശരഥന്റെ പകുതി ജീവനും പോയി. കാരണം അദ്ദേഹം ഒട്ടും ഈ സമയത്ത് ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കൂടി അദ്ദേഹം ഒട്ടും വിചാരിച്ചിരുന്നില്ല ഈ സമയത്ത് ഈ വരങ്ങൾ ചോദിക്കുമെന്നുള്ളത്. അപ്പൊ തന്നെ പകുതി ജീവൻ പോയി. പക്ഷെ അദ്ദേഹത്തിന് അതൊരു ന്യായമായിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നടത്തി കൊടുക്കാം എന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ വരം ചോദിച്ചു, രാമനെ 14 വർഷം കാനനത്തിലോട്ട് അയക്കണം. ഇത് കേട്ടപ്പോൾ അയോധ്യയിലെ സമയം പോലും നിശ്ചലമായി എന്നാണ് പറയുന്നത്. കാരണം ദശരഥ മഹാരാജാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട്, നിലത്ത് കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭരതനെ ഞാൻ യുവരാജാവാക്കണം, പക്ഷെ ശ്രീരാമചന്ദ്രനെ കാനനത്തിലോട്ട് അയക്കാനായിട്ട്. എന്തിനാണ് അങ്ങനെ പറയുന്നത് അല്ലെ? ഭരതൻ യുവരാജാവായിക്കോട്ടെ, അതിലെ തെറ്റൊന്നുമില്ല, പക്ഷെ രാമനെ കാനനത്തിലേക്ക് അയക്കാൻ പറയരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൈകേയി മാതാവ് വളരെ ക്രോധത്തോടുകൂടി അടുത്തിരിക്കുന്നുണ്ട്. ദശരഥൻ ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാമ രാമ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അപ്പുറത്ത് വരുന്ന കരയുന്നുമുണ്ട്. അപ്പൊ ഈ 14 വർഷത്തെ വനവാസം എന്നുള്ളത് കൊണ്ട് നമ്മളുടെ മുൻപുള്ള ആചാര്യന്മാരും ഈ 14 വർഷം എന്തുകൊണ്ടാണ് 12 വർഷമോ 13 വർഷമോ ആകാത്തതെന്ന് പറയുന്നുണ്ട്. ഈ 14 വർഷം എന്ന് പറഞ്ഞാൽ 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, അങ്ങനെ 14 കാര്യങ്ങൾ, ഇതെല്ലാം ജയിച്ചു വരാൻ വേണ്ടിയിട്ടാണ് 14 വർഷം കൊടുക്കുന്നത് എന്നിങ്ങനെ പണ്ടത്തെ ആചാര്യന്മാര് പറയുകയുണ്ട്. അപ്പോ ഈ വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുമന്ത്രര് ചോദിച്ചു, ഇതിപ്പോ എന്താ, നാളെ പട്ടാഭിഷേകമാണ്, ഇവിടെ ഒരാൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് സുമന്ത്രര് കാണുന്നത്. അപ്പുറത്ത് കൈകേയി മാതാവ് വളരെ ക്രോധത്തിലിരിക്കുന്നതും കാണുന്നുണ്ട്. ഇത് കാണുന്ന പേടിച്ച സുമന്ത്രര് കാര്യങ്ങൾ ഇങ്ങനെ തിരക്കാണ്. അപ്പൊ രാമനെ കാണണം, രാമനെ കൂട്ടിക്കൊണ്ട് വരുക എന്നല്ലാതെ വേറൊരു വാർത്തയും ആരും പറയുന്നില്ല. അപ്പൊ വേഗം പോയിട്ട് രാമനെ അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ നിന്ന് കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാണ്, കൈകേയിയുടെ അന്തഃപുരത്തിലോട്ട്. അപ്പോ അച്ഛൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അമ്മയാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇങ്ങനെ അടുത്തു ഇരിക്കുന്നു. ഇതാണ് ശ്രീരാമചന്ദ്രൻ വരുന്ന സമയത്ത് കാണുന്നത്. അപ്പൊ ഇത് കണ്ട ഉടനെ ശ്രീരാമചന്ദ്രൻ എന്താണ് അച്ഛന്റെ വിഷമത്തിന് കാരണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കൈകേയി പറയുന്നുണ്ട്, അച്ഛന്റെ വിഷമത്തിന് കാരണം നീയാണ് എന്നാണ് ഉത്തരം കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ശ്രീരാമചന്ദ്രൻ പറയുന്നു, അച്ഛൻ എന്താണ് വിഷമിക്കാനുള്ള കാരണം, അച്ഛനത് എന്തു പറഞ്ഞാലും സന്തോഷത്തോടെ ഞാൻ അനുസരിക്കുമെന്ന് പറയാണ്. അങ്ങനെ ഇത് കേട്ടപ്പോ കൈകേയിക്ക് കുറച്ച് സമാധാനമായി. കൈകേയി കാര്യങ്ങൾ പറയാണ്, പണ്ട് ദേവാസുര യുദ്ധത്തിന് ഞാൻ ചോദിച്ച ആ വരങ്ങൾ ഞാനിപ്പോ ആണത് ഭരിച്ചത്. അപ്പൊ 1 ഭരതനെ യുവരാജാവാക്കണം, 2 രാമൻ കാനനത്തിലോട്ട് പോകണമെന്നാണ് രാമന്റെ അടുത്ത് പറയാണ്. അപ്പൊ ഇത് കേട്ട രാമൻ ഒരു പുഞ്ചിരിയോട് കൂടിയാണ് ദശരഥന്റെ അടുത്ത് പറയുന്നത്, ഇതിനാണോ അച്ഛൻ ഇത്രയും നേരം വിഷമിച്ചുകൊണ്ടിരുന്നത്? ഭരതൻ യുവരാജാവായിക്കോട്ടെ, ഞാൻ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അച്ഛന്റെ വാക്ക് പാലിക്കാനായിട്ട് കാനനത്തിലോട്ട് പോകും. രാമൻ ഒരിക്കലും ചോദിച്ചില്ല, ഞാൻ ഈ 14 വർഷം കാനനത്തിലോട്ട് പോയാൽ എനിക്ക് എന്താണ് കിട്ടുക, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പോകേണ്ടതെന്നൊന്നുമല്ല ചോദിച്ചത്. അതായത് അച്ഛന്റെ വാക്ക് പാലിക്കലാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് ശ്രീരാമചന്ദ്രൻ മനസ്സിലാക്കിയിട്ട് അദ്ദേഹം കാനനത്തിലോട്ട് പോകാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് സമ്മതിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ കൈകേയിക്ക് വളരെ സന്തോഷമായി. കാരണം രാമന് വലിയ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ രാമൻ ആ വാക്ക് പാലിച്ചത് കൊണ്ടാണ് അല്ലെ, അയോധ്യയുടെ സിംഹാസനത്തെക്കാൾ എത്രയോ വലിയ സിംഹാസനത്തിലാണ് ഇപ്പൊ നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ശ്രീരാമചന്ദ്രൻ ഉള്ളതല്ലേ. ആ അച്ഛന്റെ വാക്ക് അന്ന് നിറവേറ്റിയത് കൊണ്ടാണല്ലേ ഇത്രയും വലിയൊരു സിംഹാസനത്തിൽ ശ്രീരാമചന്ദ്രൻ നമ്മളുടെ എല്ലാ മനസ്സിലുള്ളത്. അങ്ങനെ ഈ കാര്യം കൗസല്യ മാതാവിനോട് പറയാൻ പോവുകയാണ്. കൗസല്യ മാതാവ് ഈ കാര്യം കേട്ടപ്പോൾ വളരെയധികം വിഷമത്തിൽ പറഞ്ഞു, അച്ഛൻ പറഞ്ഞ വാക്ക് അനുസരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ വാക്ക് നീ അനുസരിക്കണ്ടേ, കാനനത്തിൽ രാമൻ പോകണ്ട എന്നാണ് പറയുന്നത്. പക്ഷെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാണ് അല്ലെ, അച്ഛന്റെ വാക്ക് പാലിക്കുക എന്നതിൽ വലിയൊരു സന്തോഷം എനിക്കില്ല അമ്മ, എനിക്ക് കാനനത്തിലോട്ട് പോകണം, പോകാതെ വയ്യ, അല്ലെങ്കിൽ അതാണ് എന്റെ ലക്ഷ്യം, അതാണ് എന്റെ ധർമ്മം എന്ന് പറയാണ്. അങ്ങനെ കൗസല്യ മാതാവിനെ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് അടുത്തത് സീതാദേവിയുടെ അടുത്തേക്കാണ് പോകുന്നത്. അങ്ങനെ സീതാദേവിയുടെ അടുത്തേക്ക് രാഘവൻ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പോ സീതാദേവിയോട് പറയാണ്, നീ അയോധ്യയിൽ ഇരുന്നോളൂ, അച്ഛനെയും അമ്മയുടെ ഒക്കെ കൂടെ സുഖമായിട്ട് ഇവിടെ ഇരുന്നോളൂ, ഞാൻ 10 വർഷം പോയി പറയുന്നത്. പക്ഷെ സീതാദേവി പറയുന്നത് രാമൻ എവിടെയുണ്ടോ അവിടെയാണ് അയോധ്യ എന്നാണ് പറയുന്നത്.
ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് കിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറഞ്ഞു, സമയം 40 ദിവസം സമയം കൊടുക്കുകയാണ്. ഈ 40 ദിവസം പണ്ഡിതന്മാർ
രാമൻ